കുട്ടികളെ, നമ്മൾ കുറേ നാളായി ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ട് കുറേ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ക്ലാസ് എടുക്കാൻ താമസിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ റെഗുലറായിട്ട് പോകും. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ ടെസ്റ്റ് പേപ്പർ ഇട്ടായിരുന്നു. ഞാനത് പകുതിയോളം കുട്ടികളുടെ പേപ്പർ നോക്കിയുള്ളൂ. ഉടനെ ഇന്നും നാളെയൊക്കെ ആയിട്ട് നിങ്ങളുടെ ബാക്കിയുള്ളവരെ നോക്കി കംപ്ലീറ്റ് ചെയ്ത് തരും. അടുത്ത സെക്കൻഡ് ചാപ്റ്ററാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. സെക്കൻഡ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. രണ്ടാമത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ സെറ്റ് പോലെ തന്നെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസും. സെറ്റ് പോലെ തന്നെയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഈ റിലേഷൻസ് അത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് വേറെ സംഗതി പഠിക്കണം. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അല്ലെ ക്രോസ് പ്രോഡക്റ്റ്. കാർട്ടീഷ്യൻ ഓർ ക്രോസ് പ്രോഡക്റ്റ്. നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എന്നാ പറയുന്നത്. കാർട്ടീഷ്യൻ ഓർ ക്രോസ് പ്രോഡക്റ്റ്. അതിന് വേണ്ടി രണ്ട് നോൺ എംപ്റ്റി സെറ്റ് വേണം. 2 നോൺ എംപ്റ്റി സെറ്റ് എ ആൻഡ് ബി. എയും ബിയും രണ്ട് നോൺ എംപ്റ്റി സെറ്റ് തന്നിട്ടുണ്ട്. ഇതിന്റെ രണ്ടിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ ക്രോസ് ബി എന്നത് വായിക്കുന്നത് എ ഇൻറ്റു ബി എന്ന് എഴുതിയാലും എ ക്രോസ് ബി എന്നാണ് വായിക്കുന്നത്. എ ക്രോസ് ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ്. പെയറായിട്ട് ഈ ബ്രാക്കറ്റിന്റെ അകത്ത് രണ്ടെണ്ണം എ ബി, എ കോമ ബി ഇങ്ങനെ വരുന്ന എലമെന്റ്സ് ആണ് എ ക്രോസ് പ്രോഡക്റ്റിന്റെ അകത്ത്. എ ക്രോസ് ബിയിൽ വരുന്ന എലമെന്റ്സിന്റെ എല്ലാം ഫോം ഇങ്ങനെ. ഇതിലെ ഒറ്റ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെയറായിട്ട് വരണം. ഈ ഓപ്പൺ ബ്രാക്കറ്റിൽ 2 എലമെന്റ്സ് കോമ ആയിട്ട് എഴുതണം. അങ്ങനെ വരണം. അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ എലമെന്റ് ആയ എ എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ സെറ്റ് എയിലേതും രണ്ടാമത്തേത് ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ സെറ്റ് ബിയിലേതും വരയ്ക്കണം. സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പേഴ്സ് എ ബി. ഇങ്ങനെയുള്ള എല്ലാ പേഴ്സും എഴുതണം. എഴുതാവുന്നിടത്തോളം മാക്സിമം പേഴ്സ് ഫുൾ എഴുതണം. അതിലെ ഫസ്റ്റ് എലമെന്റ് എപ്പോഴും ഫസ്റ്റ് സെറ്റായ എയിൽ നിന്നായിരിക്കും. സെക്കൻഡ് എലമെന്റ് ഓർഡേർഡ് പേഴ്സിലെ ഫസ്റ്റ് എലമെന്റിന്റെ ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയും. ഫസ്റ്റ് കമ്പോണന്റ് ആണ് എ, സെക്കൻഡ് കമ്പോണന്റ് ആണ് ബി. ഓർഡേർഡ് പേഴ്സിൽ 2 കമ്പോണന്റ് ഉണ്ട്. ഫസ്റ്റ് കമ്പോണന്റും സെക്കൻഡ് കമ്പോണന്റ്. ഫസ്റ്റ് കമ്പോണന്റ് ഫ്രം എ, സെക്കൻഡ് കമ്പോണന്റ് ഫ്രം ബി. അങ്ങനെ വരുന്ന എല്ലാ പേഴ്സും കൂടെ വരുന്നതാണ് ക്രോസ് പ്രോഡക്റ്റ്. എ ക്രോസ് ബി. ബി ക്രോസ് എ എഴുതാം. ബി ക്രോസ് എ എഴുതുമ്പോൾ തിരിഞ്ഞു വരും. ബിയിലേത് ഫസ്റ്റും എയിലേത് സെക്കൻഡും വരും. അങ്ങനെയാണ് ക്രോസ് പ്രോഡക്റ്റ് എ ക്രോസ് ബി എഴുതുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ചിലർ എ ക്രോസ് ബി ഒക്കെ എഴുതുമ്പോൾ ഇവിടെ ഇൻറ്റു ഇല്ല, അപ്പോൾ എ ഇൻറ്റു ബി എന്നൊക്കെ അങ്ങ് എഴുതും. അതൊക്കെ ശ്രദ്ധിച്ചോണേ, അങ്ങനെയൊന്നും എഴുതരുത്. ഓർഡേർഡ് പേഴ്സ് ആയിട്ട് തന്നെ വേണം എഴുതാൻ എ ക്രോസ് ബി. നമുക്കൊരു എക്സാമ്പിൾ. ഇനി ഈ എ ക്രോസ് ബി എഴുതുമ്പോൾ എയോ ബിയോ ഏതെങ്കിലും ഒരു നൾ സെറ്റ് ആണെങ്കിൽ എം ഡി സെറ്റ് 5 വന്നാൽ എയോ ബിയോ ഏതെങ്കിലും വന്നാൽ നമുക്കിങ്ങനെ പെയർ ഫോം ചെയ്തില്ല. എ എം ഡി ആണെങ്കിൽ ഫസ്റ്റ് പെയർ ഇവിടെ എഴുതാനില്ല, ബി എം ഡി ആണെങ്കിലും സെക്കൻഡിൽ എഴുതാനില്ല. അപ്പം നൾ സെറ്റ് തന്നെ വരും. ക്രോസ് പ്രോഡക്റ്റും എ ക്രോസ് ബിയും നൾ സെറ്റ് വരും. എയോ ബിയോ ഏതെങ്കിലും ഒന്ന് നൾ സെറ്റ് ആണെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എ ക്രോസ് ബിയും നൾ സെറ്റ് തന്നെ വരും. എ ക്രോസ് ബിയും നൾ സെറ്റ് തന്നെ വരും. അപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാം. സപ്പോസ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 5 6. എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഇല്ല. എ ക്രോസ് ബി എന്ന് പറയുന്നത് എ ക്രോസ് ബി എഴുതുമ്പോൾ എല്ലാ ഓർഡേർഡ് പേഴ്സ് എഴുതണം. എയിലെ 1 എടുക്കുന്നു, ബിയുമായിട്ട് എല്ലാം എഴുതും. എയിലെ ഫസ്റ്റ് കമ്പോണന്റ് എയിലേതും സെക്കൻഡ് കമ്പോണന്റ് ബിയിലേതും ആണെന്ന് പറഞ്ഞല്ലോ. ഫസ്റ്റ് കമ്പോണന്റ് 1 എടുത്ത് 1ന്റെ കൂടെ സെക്കൻഡിലെ 5 എഴുതാം, 1ന്റെ കൂടെ സെക്കൻഡിലെ 6 എഴുതാം. കംപ്ലീറ്റ് അങ്ങ് എഴുതാം. അപ്പം ഫുള്ള് കിട്ടിയോ. 1 വെച്ച് എഴുതാവുന്ന 1 5ഉം 1 6ഉം 1ന്റെ തീർന്നു. ഇനി അടുത്ത് 2 എയിലെ 2 എടുക്കുക. 2 വെച്ച് എല്ലാ കോമ്പിനേഷൻ എഴുതുക. 2 5 2 6, 2ന്റെ തീർന്നു. ഇനി 3 എടുക്കാം. 3 എടുക്കുമ്പോഴത്തേക്കും 3 5 3 6 ഇത്രയും വരും. ഇങ്ങനെ എത്രയും വരും. ഇനി എഴുതാനൊന്നുമില്ല, ഇത്രയും കിട്ടും. ബി ക്രോസ് എ എഴുതാം. നമുക്ക് തിരിച്ച് ബി ക്രോസ് എ എന്ന് പറയുന്നതും, അപ്പോൾ ബിയിലേത് വേണം ആദ്യം എഴുതാൻ, എയിലെ രണ്ടാമത്. ബിയിലേത് ആദ്യം 5 എഴുതും. 5 വെച്ച് 1 എഴുതാം, 2 എഴുതാം, 3 എഴുതാം. 5 1 എഴുതാം, 5 2 എഴുതാം, 5 3 എഴുതാം. 5ന്റെ കംപ്ലീറ്റ് കൊടുക്കും. ഇനി 6 എടുക്കാം. 6 1ഉം 6 2ഉം 6 3, 6 1 6 2 6 3. ഇതാണ് എ ക്രോസ് ബിയും ബി ക്രോസ് എയും. എ ക്രോസ് ബി എഴുതുമ്പോൾ എയിലേത് ആദ്യം ബിയിലെ രണ്ടാമത് എഴുതണം. ബി ക്രോസ് എ എഴുതുമ്പോൾ ബിയിലേത് ആദ്യം എയിലെ രണ്ടാമത് എഴുതണം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഉണ്ട്. നമ്മൾ നോക്കിയേ എയിലെ എലമെന്റ്സിന്റെ എണ്ണം എത്രയാണെന്ന് നോക്കിയേ. എയിലെ എലമെന്റ്സിന്റെ എണ്ണം എൻ ഓഫ് എ എന്ന് പറയുന്നത് നോക്കാം. എയിലെ എലമെന്റ്സിന്റെ എണ്ണം 1 2 3 3 എണ്ണേ ഉള്ളൂ. ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എൻ ഓഫ് ബി ഒക്കെ ഓർക്കുന്നുണ്ടല്ലോ. ബിയിലെ 5 6 2 ഉള്ളൂ. ഓക്കെ, എൻ ഓഫ് എ ക്രോസ് ബി ആണെങ്കിലും ബി ക്രോസ് ഐ ആണെങ്കിലും സെയിം എണ്ണമാണ്.
എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. എ ക്രോസ് ബിയിലെ എലമെന്റ്സിന്റെ ഇത് ഒറ്റ ഒന്നാ. 1 5 എന്ന് പറഞ്ഞാൽ ഒന്നാ. 1 6 രണ്ടാമത്തെ 1 2 3 4 5 6 വരും. ബി ക്രോസ് കഴിഞ്ഞാലും 6 തന്നെയാണ്. ഈ 6 കിട്ടാനായിട്ട് നോക്കുക, ഈ 3യും 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് എൻ ഓഫ് എ ക്രോസ് ബി കാണാനായിട്ട് എൻ ഓഫ് എയും എൻ ഓഫ് ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് നോർത്തിരുന്നോണേ, ഇമ്പോർട്ടന്റ് ആണ്. എ ക്രോസ് ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം കാണാനായിട്ട് എയിലെ എലമെന്റ്സിന്റെ എണ്ണവും ബിയിലെ എലമെന്റ്സിന്റെ എണ്ണവും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എയിൽ 4 ബിയിൽ 5 ആണെങ്കിൽ 4 × 5 20 എണ്ണം വരും ക്രോസ് പ്രോഡക്റ്റിൽ എ ക്രോസ് ബിയിൽ. ബി ക്രോസ് എയിലും 20 എണ്ണം. അപ്പൊ എൻ ഓഫ് എയും എൻ ഓഫ് ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എൻ ഓഫ് എ ക്രോസ് ബി കിട്ടും. അതൊന്ന് ഓർത്തിരുന്നോണം. ഇതിന് കുറച്ച് ഇത് ക്ലിയർ ആയില്ല എല്ലാവർക്കും. ക്രോസ് പ്രോഡക്റ്റ് എഴുതാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമാണ്, വളരെ എളുപ്പമാണ്, ഇമ്പോർട്ടൻറ്റും. അപ്പോൾ നമുക്കിനി ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, കുറച്ച് റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് എഴുതാൻ പറ്റും. അതായത് ഇവിടെ ഓർഡേർഡ് പേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഓർഡേർഡ് പേഴ്സ് എ ബി എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പേരാ. 2 പേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ, 2 പേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ, അതായത് എ ബി എന്ന് പറയുന്ന പേരും പി ക്യു എന്ന് പറയുന്ന പേരും ഈക്വൽ ആവണമെങ്കിൽ, 2 പേർ ഈക്വൽ ആവണമെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന രണ്ടും സെയിം ആയാലേ പറ്റുള്ളൂ. ഇപ്പോൾ 1 2 എന്ന് പറയുന്നത് 3 4നോട് ഈക്വൽ ആവുമോ? 1 2നോട് 3 4നോട് ഈക്വൽ ആവത്തില്ല ഒരിക്കലും. 1 2 എന്ന് പറഞ്ഞാൽ 1 2നോട് മാത്രമേ ഈക്വൽ ആവുള്ളൂ. 1 2 = 1 2 എന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 2 പേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ ഫസ്റ്റ് കമ്പോണൻസ് രണ്ടും സെയിം ആയിരിക്കണം, സെക്കൻഡ് 2 കമ്പോണൻസ് രണ്ടും സെയിം ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ A = P, P = Q. ഇത് ഓർത്തിരുന്നോളെ. ചിലപ്പം 2 പേർ എക്സും വൈയും ഒക്കെ ഉള്ള 2 പേർ വന്നിട്ട് എക്സ് കാണാനും വൈ കാണാനും ഒക്കെ ചോദിച്ചാൽ നമ്മൾ ഈ ഇക്വാളിറ്റി വെച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് കമ്പോണൻസ് ഈക്വൽ ആയിരിക്കണം, സെക്കൻഡ് കമ്പോണൻസ് ഈക്വൽ ആയിരിക്കണം. 2 പേഴ്സ് ഈക്വൽ ആവണം, ഓർഡേർഡ് പേഴ്സ് 2 എണ്ണം ഈക്വൽ ആവണമെങ്കിൽ കറസ്പോണ്ടിങ് കമ്പോണൻസ് ഈക്വൽ ആവുക. ഫസ്റ്റ് 2 ഈക്വൽ ആവുക, സെക്കൻഡ് 2 ഈക്വൽ ആവുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾക്ക് പ്രോബ്ലത്തിനൊക്കെ ആവശ്യം വരുന്നത്. ഇതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഫസ്റ്റ് റിസൾട്ട്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞായിരുന്നു എ ബി ഏതെങ്കിലും ഒരെണ്ണം നൾ സെറ്റ് 5 വന്നാൽ എ ക്രോസ് ബിയും നൾ സെറ്റ് ആയിരിക്കും. if A = 5 or B = 5 then A cross B = 5 അല്ലെങ്കിൽ B cross A യും 5 ആയിരിക്കും. ക്രോസ് പ്രോഡക്റ്റും 5 ആയിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം നൾ സെറ്റ് വന്നാൽ പ്രോഡക്റ്റും കാർട്ടീഷ്യൻ പ്രോഡക്റ്റും നൾ സെറ്റ് തന്നെയായിരിക്കും. അത് ഓർത്തിരുന്നോണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരെണ്ണം ഇൻഫിനിറ്റി വന്നാൽ എ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എൻഡ്ലെസ് അങ്ങ് നീണ്ടുപോകുന്നത്. എയോ ബിയോ ഏതെങ്കിലും ഇൻഫിനിറ്റി വന്നാലും ക്രോസ് പ്രോഡക്റ്റ് നീണ്ടുപോകും, ഇൻഫിനിറ്റി ആയിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം 5 വന്നാൽ എ ക്രോസ് ബിയും 5 ആയിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം ഇൻഫിനിറ്റി വന്നാൽ എ ക്രോസ് ബി ഇൻഫിനിറ്റി ആയിരിക്കും. ഓർത്തില്ല. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി കണ്ടാൽ മതി. എൻ ഓഫ് എയും എൻ ഓഫ് ബിയും എയിലെ എലമെന്റ്സിന്റെ എണ്ണവും ബിയിലെ എലമെന്റ്സിന്റെ എണ്ണവും അറിയാമെങ്കിൽ എ ക്രോസ് ബിയിലെ എലമെന്റ്സിന്റെ എണ്ണവും നമുക്ക് പറയാൻ പറ്റും. അതിനിവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഇവിടെ ഇതിപ്പോൾ നമ്മൾ 2 എണ്ണം വെച്ചിട്ടുള്ള എ ക്രോസ് ബി, ചിലപ്പോൾ ഒന്നും കൂടെ ഇപ്പം ഏത് വന്നൊരു സെറ്റ് തന്നാൽ എ ക്രോസ് എ നമുക്ക് കാണാം. എ 2 പ്രാവശ്യം എഴുതി ക്രോസ് പ്രോഡക്റ്റ് എഴുതി. ഒന്നും കൂടെ എന്ത് ചോദിക്കാൻ ചോദിക്കാറുണ്ട് കേട്ടോ, പലതവണ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് എ ക്രോസ് എയിൽ 2 എലമെന്റ് തന്നിട്ടേ ചോദിക്കുള്ളൂ. 3 ഒക്കെ വന്നാൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എയിൽ 3 ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ 3 × 3 × 3 27 എണ്ണം വരും. നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ട് വരും. 2 എണ്ണം ഒക്കെ വരാം. 2 എണ്ണം വന്നാൽ 2 × 2 × 2 8 എണ്ണേ വരുള്ളൂ. അത് നമുക്ക് എഴുതാം. ഇത് എഴുതാൻ വേണ്ടി എ ക്രോസ് എഴുതാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ. സെറ്റ് ഹോൾ ഇവിടെ ട്രിപ്ലറ്റ് വരും. നമ്മൾ എ ക്രോസ് എഴുതുന്ന പെയറല്ലേ, 3 എണ്ണം വരും. ട്രിപ്ലറ്റ് 3 എണ്ണം ഉള്ളത് വരും. എ ബി സി. ഇവിടെ എയും ബിയും സിയും എ ക്രോസ് എന്നല്ലേ. എ ക്രോസ് എന്ന് പറഞ്ഞാൽ എയും എയിലേതായിരിക്കും, ബിയും എയിലായിരിക്കും, സിയും എയിലായിരിക്കും. അപ്പൊ നമുക്ക് എ, ബി, സി ബിലോങ്സ് ടു എ എല്ലാം എയിലെ എലമെന്റ്സ് ആയിരിക്കും. ഇത് ചോദിക്കുന്നതാണ്. നമുക്ക് പ്രോബ്ലത്തിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ചെയ്യുന്നുള്ളത്. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. എ ക്രോസ് ബി എന്താണ് അത് എഴുതാൻ എളുപ്പമാണ്, പെയറായിട്ട് തന്നെ എഴുതണേ. എ ക്രോസ് ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം, എയിലെ എലമെന്റ്സിന്റെ എണ്ണവും ബിയിലെ എലമെന്റ്സിന്റെ എണ്ണവും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഏതെങ്കിലും ഒന്ന് നൾ സെറ്റ് വന്നാൽ എ ക്രോസ് ബി നൾ സെറ്റ് ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് ഇൻഫിനിറ്റി വന്നാൽ എ ക്രോസ് ബി ഇൻഫിനിറ്റി ആയിരിക്കും. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഓർഡേർഡ് പേഴ്സ് 2 പേർ ഈക്വൽ ആവുകയാണെങ്കിൽ കറസ്പോണ്ടിങ് കമ്പോണൻസ് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ ഒരു സംഗതിയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ള എ ക്രോസ് ബി കാണേണ്ടത്. എളുപ്പമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. x+1 y-2 പെയർ 2 പേർ x+1 y-2 ഈക്വൽ ടു 3 1. 2 പേർ ഈക്വൽ ആണെന്ന് തന്നേക്കുക. എക്സും വൈയും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ x+1 y-2 ഈക്വൽ ടു 3 2 3 1 ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഈ 2 പേർ ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞത്. 2 ഓർഡേർഡ് പേഴ്സ് ഈക്വൽ ആണെങ്കിൽ
ഫസ്റ്റ് കമ്പോണൻസിനെ ഈക്വേറ്റ് ചെയ്യുക, സെക്കൻഡ് കമ്പോണൻസിനെ ഈക്വേറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം. ഫസ്റ്റ് കമ്പോണൻസിന് ഇവിടെ x+1 എന്ന് പറയുന്നത് ഫസ്റ്റിന്റെ 3യും ആൻഡ് സെക്കൻഡ് വരുന്ന y-2 എന്ന് പറയുന്നത് സെക്കൻഡിൽ ഇവിടെയുള്ള 1 ആയിരിക്കും. ഇതങ്ങ് സോൾവ് ചെയ്താൽ മതി. എക്സിന്റെ വാല്യൂ കണ്ടാൽ പോലെ x +1 അപ്പുറം പോകുമ്പോൾ -1 ആവും, 2 വരും കണ്ടോ, എക്സ് കിട്ടി. y എന്ന് പറയുന്ന -2 അപ്പുറം പോകുമ്പോൾ +2 വരും, 3 വരും കണ്ടോ, എക്സും കിട്ടി വൈയും കിട്ടി, x2ഉം y3 സൈഡ് കിട്ടി. ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇത് ഇച്ചിരി എളുപ്പമുള്ള, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചോദിച്ചാൽ x/3 + 1 കോമ y-2/3 ഈക്വൽ ടു 5/3 1/3. എക്സും വൈയും കണ്ടുപിടിക്കാനായിട്ട് ഇപ്പം ചെയ്ത പോലെ തന്നെ ഇവിടെ ഫ്രാക്ഷൻ വരുന്നേ ഉള്ളൂ, ബൈ ഒക്കെ ഡിവൈഡ് ബൈ ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ അതേപോലെ ഇച്ചിരി കൂടെ ചെയ്യാറുണ്ട്, അത്രേ ഉള്ളൂ. സെയിം പ്രൊസീജിയർ. ഇപ്പം നമുക്ക് ഫസ്റ്റ് കിടക്കുന്ന x/3 + 1ഉം 5/3 കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഫസ്റ്റിൽ വരുന്ന 2 ഇക്വേറ്റ് ചെയ്യാം ആൻഡ് സെക്കൻഡിൽ വരുന്ന 2 ഇക്വേറ്റ് ചെയ്തു, y-2/3ഉം 1/3ഉം കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഇത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ x/3 + 1 അല്ലേ, ആദ്യം x/3 ഇവിടെ കിടക്കുക, x/3 = 5/3 +1 അപ്പുറവും -1 വരും. അപ്പോൾ നമുക്ക് LCM എടുക്കാം, 3 LCM എടുക്കാം. LCM എടുക്കുമ്പോൾ 5 മൈനസ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് 1നെ 1/1 എന്ന് എഴുതാമല്ലോ, 3 × 1 താഴെ 3 × 1 എന്ന് എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, 5 × 1 ആണ് 5 മൈനസ് 1 × 3 എന്ന് പറഞ്ഞാൽ 3 വരും. അതായത് 5 - 3 എന്ന് പറഞ്ഞാൽ 2/3 വരും. അതായത് x/3 = 2/3 എന്ന് കിട്ടി. x/3 = 2/3 എന്ന് കിട്ടിയാൽ നമുക്ക് x /3 അപ്പുറം ഉണ്ട്, അല്ലെ x 2 നേരിട്ട് എഴുതാം, അല്ലെ 2/3 അപ്പുറം ആകുമ്പോൾ × 3 വെട്ടിപ്പോയിട്ട് 2 കിട്ടും. ഇങ്ങനെ എഴുതുന്നതിൽ x 2 എന്ന് എഴുതിയാലും മതി. x നമുക്ക് കിട്ടി, x 2. ഇവിടെ അതുപോലെ തന്നെ y കണ്ടുപിടിക്കുക, y -2/3 നമ്മൾ അപ്പുറം കൊണ്ടുവന്നു, 1/3 -2/3 അപ്പുറം ആകുമ്പോൾ +2/3. 3 കോമൺ ആയതുകൊണ്ട് മേളിൽ ആഡ് ചെയ്താൽ മതി, 1 + 2 3/3. അപ്പോൾ y 1 എന്ന് കിട്ടും. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. A has 3 elements. എയിൽ 3 എലമെന്റ്സ്, 2 സെറ്റ് എയും ബിയും. എയിലെ എലമെന്റ്സിന്റെ എണ്ണം നമുക്ക് തന്നേക്കുക 3. A has 3 elements ആൻഡ് ബി എന്ന് പറഞ്ഞ സെറ്റ് എണ്ണം തന്നേക്കുക, ബി എന്ന് പറഞ്ഞ 3 4 5. നമുക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കുന്നത് എയിൽ 3 എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ബി എന്ന് പറഞ്ഞ സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 3 4 5. ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A × B. A × Bയിലെ എലമെന്റ്സിന്റെ എണ്ണം n of A × B ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. A has 3 elements and B = set 3 4 5. Then find the number of elements in A × B. A × Bയിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. A × Bയിലെ എലമെന്റ്സിന്റെ എണ്ണം കാണാനുള്ള സ്റ്റെപ്പ് നമുക്കറിയാമല്ലോ. n of A × B എന്ന് പറഞ്ഞാൽ n of A × n of B ആണ്. n of A × n of B, n of A × B. n of A നമുക്ക് തന്നിട്ടുണ്ട് A has 3 elements എന്ന്. A has 3 elements പറയുമ്പോൾ n of A എന്ന് പറഞ്ഞാൽ 3 ആണ് നേരിട്ട് തന്നിട്ടുണ്ട്. പിന്നെ n of B ഇവിടെ B നേരിട്ട് വന്നേക്കൂല്ലേ, ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം എടുത്താൽ പോരെ, 3 4 5 ആകെ 3 ആണ്. n of B 3, അപ്പം 3 × 3 കിട്ടി 9 വരും. എണ്ണം കാണാനായിട്ട് നമുക്ക് എയുടെ ബിയുടെ എണ്ണം കിട്ടിയാൽ മതി. അപ്പം അതിന്റെ പ്രോഡക്റ്റ് എടുത്താൽ A × Bയിലെ എലമെന്റ്സിന്റെ എണ്ണം കിട്ടും. മനസ്സിലായല്ലോ? വളരെ എളുപ്പമുള്ള, 1 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. ഇനി ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അറിയാവുന്ന നമ്മളിപ്പോൾ ചെയ്തതല്ലേ, എന്നാലും എഴുതിയേക്കാം. G = 7 8, H set 5 4 2. 5 4 2. ജിയും എച്ചും തന്നിട്ടുണ്ട്. G × H ഉം H × G യും കാണണം. G × H കാണാം, H × G യും കാണാം. അപ്പം നമുക്ക് G × H കാണാം. G × H വേണമെങ്കിൽ 2 സെറ്റും അടുപ്പിച്ചൊന്ന് എഴുതിക്കോണം. അതായത് 7 8 × 5 4 2. എന്നിട്ട് ക്രോസ് പ്രോഡക്റ്റ് ഇടുക. ആദ്യം ആദ്യത്തെ സെറ്റിൽ നിന്ന് വേണം ഫസ്റ്റ് എടുക്കാൻ. സെറ്റ് പെയറായിട്ട് 7ന്റെ കൂടെ 5 വരാം, 4 വരാം, 2 വരാം. 7 5 7 4 7 2. 7ന്റെ ഇതൊന്ന് 8 വെച്ചിടുക. 8 5 8 4 8 2. ചിലരെ മിക്കവാറും പബ്ലിക് എക്സാമിന് ഞങ്ങൾ പേപ്പർ നോക്കുമ്പോൾ കാണുന്നതാണ് തെറ്റ് എഴുതി വെക്കാറ്. ഇങ്ങനെ എഴുതി വെക്കും. ഏതായാലും ഇവിടെ ക്രോസ് ഇൻറ്റു അല്ലേ, ഇപ്പം 7 × 5 7 × 4
7 into 2. കാര്യം കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്കുണ്ട്, പക്ഷേ ഇവിടെ ബ്രാക്കറ്റിന്റെ അകത്ത് കോമ ആയിട്ട് എഴുതുന്നതിന് പകരം ഇൻറ്റു ഇട്ടെങ്കിൽ ഈ ക്രോസ് പോലെ തന്നെ എഴുതി വെച്ചേക്കാം. മാർക്ക് 1.5 മാർക്ക് പോലും കിട്ടത്തില്ല. ശ്രദ്ധിച്ചോണം. ക്രോസ് പ്രോഡക്റ്റ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ അത് ഓടയുടെ പെയറാ. ഇങ്ങനെ തന്നെ പെയറായിട്ട് തന്നെ എഴുതണം. ഇൻറ്റു ഇട്ട് ആരും എഴുതി വെച്ചേക്കരുത്, ശ്രദ്ധിച്ചോണം. ഇനി എച്ച് ക്രോസ് ജി. എച്ച് ക്രോസ് ജി ചോദിക്കുമ്പോൾ എച്ച് ആദ്യം എഴുതുക. 5 4 2 ക്രോസ് ജി രണ്ടാമത് 7 8. അപ്പൊ നമ്മൾ ആദ്യം 5 വെച്ച് ഇത് രണ്ടും എഴുതുക. 5ൻ്റെത് 7 ഉണ്ട്, 5ന് 8 ഉണ്ട്. 5ൻ്റെ മാപ്പ് ചെയ്തു. ഇനി അടുത്ത 4 എടുക്കുക. 4ഉം 7ഉം 4ഉം 8ഉം. ഇനി അടുത്ത 2 എടുക്കുക. 2ഉം 7ഉം 2ഉം 8ഉം. ഇത്രയേ ഉള്ളൂ. എ ക്രോസ് ബി, ബി ക്രോസ് എച്ച് ക്രോസ് ജിയും ജി ക്രോസ് എച്ചും ചോദിച്ചാൽ ഇത്ര എഴുതിയാൽ മതി. വളരെ സിമ്പിൾ ആണ്. നിങ്ങളത് ശരിക്കും ചെയ്യുക. പിന്നെ ഇനി ഇവിടെ എ ക്രോസ് ബി തന്നാൽ എയും ബിയും എഴുതാൻ ചിലപ്പോൾ ചോദിക്കാം. എ ക്രോസ് ബി എഴുതാൻ തന്നിട്ട് ഇപ്പൊ എ ക്രോസ് ബി തന്നിട്ടുണ്ട്. എ ക്രോസ് ബി ഈക്വൽ ടു എ എക്സ് എ വൈ ബി എക്സ് ബി വൈ. ഫൈൻഡ് എ ആൻഡ് ബി. എ ക്രോസ് ബി തന്നിട്ട് എയും ബിയും എഴുതാൻ. എയും ബിയും എഴുതാൻ എളുപ്പമല്ലേ. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കമ്പോണൻസ് മാത്രം എഴുതിയാൽ എ കിട്ടും. സെക്കൻഡ് കമ്പോണൻസ് മാത്രം എഴുതിയാൽ ബി കിട്ടും. നമുക്ക് നോക്കാം. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ വരുന്ന ഇതോ ഈ ആദ്യം കിടക്കുന്നതാണ് എയിലെ എലമെന്റ്സ്. അപ്പൊ നമ്മൾ റിപ്പീറ്റ് ചെയ്യാതെ എഴുതിയാൽ മതി. എ എഴുതി, ഇവിടെ എ തന്നെ പിന്നെ എഴുതേണ്ട, റിപ്പീറ്റ് ചെയ്യണ്ട. അടുത്ത ബി, 2 പ്രാവശ്യം ബി ഉണ്ടെങ്കിൽ ഒരു തവണ എഴുതാം. എയും ബിയും ഫസ്റ്റ് വരുന്നത് എയിൽ വരും. എ ക്രോസ് ബി വരും. തിരിച്ച് ബി ക്രോസ് ഐ ആണെങ്കിൽ ഫസ്റ്റിൽ വരുന്നത് ബി വരും. ഇവിടെ ഏതാണോ ഇവിടെ എ ഫസ്റ്റ് കിടക്കുന്ന ഫസ്റ്റിൽ വരുന്നത് ഫുൾ എയിൽ വരും. ബി രണ്ടാമത് എടുക്കുന്നുണ്ട്, സെക്കൻഡ് വരുന്നത് ഫുള്ള് ബിയിൽ വരും. അപ്പൊ നമുക്ക് ബി എഴുതാം. ബി എന്ന് പറഞ്ഞ് നമ്മൾ സെക്കൻഡിൽ വരുന്ന എക്സ് എഴുതി, സെക്കൻഡിൽ വരുന്ന വൈ എഴുതി. ഇനി അടുത്ത എക്സും വൈയും റിപ്പീറ്റ് ചെയ്യണ്ട. എയും ബി എഴുതും. അത്രയേ ഉള്ളൂ. എ ക്രോസ് ബി എന്നാൽ എയും ബി എഴുതാൻ എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ വരുന്നത്, ബി എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ വരുന്നത്. ഇനി ബി ക്രോസ് ഐ ആണെങ്കിൽ ഫസ്റ്റിൽ വരുന്നത് ബിയിൽ എഴുതുക, സെക്കൻഡിൽ വരുന്നത് എയിൽ എഴുതുക. അത്ര ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി എ എന്ന് പറയുന്ന സെറ്റ് 1 2, ബി എന്ന് പറയുന്നത് 1 2 3 4, സി എന്ന് പറയുന്നത് 5 6, ഡി എന്ന് പറയുന്നത് 5 6 7 8. ഇവിടെ രണ്ട് റിസൾട്ട് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി വെരിഫൈ ചെയ്യാനാണ്. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്ന എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി, ഇതൊരു റിസൾട്ട്. ഇത് വെരിഫൈ ചെയ്യണം. രണ്ടാമതായിട്ട് വെരിഫൈ ചെയ്യേണ്ട എ ക്രോസ് സി. എ ക്രോസ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി. എ ക്രോസ് സി എന്ന് പറഞ്ഞാൽ ബി ക്രോസ് ഡിയുടെ സബ്സെറ്റ് ആണെന്ന് വെച്ചാൽ എ ക്രോസ് സി ഫുള്ള് ബി ക്രോസ് ഡിക്ക് അകത്ത് വന്നാൽ മതി. എ ക്രോസ് സി കാണുന്ന എലമെന്റ്സ് ഓരോന്നും ബി ക്രോസ് ഡിയിലും വന്നാൽ മതി. എ ഫുള്ളായിട്ട് സബ്സെറ്റ് തന്നെ ആദ്യത്തെ സെറ്റ് കംപ്ലീറ്റ് രണ്ടാമത്തെ സെറ്റിൽ വരണം. അപ്പൊ നമുക്ക് ആദ്യത്തെ റിസൾട്ട് വെരിഫൈ ചെയ്യാം. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ഒന്നാമത്തെ പ്രൂവ് ചെയ്യാൻ പോവാം. ലെഫ്റ്റ് സൈഡ് വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡും കാണാം, റൈറ്റ് സൈഡും കാണാം. ലെഫ്റ്റ് സൈഡ് അത് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി കാണണമെങ്കിൽ ആദ്യം ബി ഇന്റർസെക്ഷൻ സി കാണാം. ബി ഇന്റർസെക്ഷൻ സി എന്ന് വെച്ചാൽ ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ളത്. ബിയിലും സിയിലും കോമൺ ആയിട്ട് ബിയിലും 1 2 3 4 ആണ്. സിയിലും 5ഉം 6ഉം കോമൺ ആയിട്ട് ഒന്നുമില്ല. ബിയിലും സിയിലും കോമൺ ആയിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നൾ സെറ്റ് 5. നൾ സെറ്റ് 5 വന്നാൽ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ചോദിച്ചാൽ ഓക്കെ. എ എന്ന് പറഞ്ഞ സെറ്റ് 1 2 ആണ്. ബി ഇന്റർസെക്ഷൻ സി 5 ആണ്. ഒരെണ്ണം 5 ആണെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാനില്ലല്ലോ. അതായത് എ എന്ന് പറഞ്ഞ സെറ്റ് 1 2 വരും. ക്രോസ് അടുത്തത് നമ്മൾ 5 വരും. 1 2 നമുക്ക് മാപ്പ് ചെയ്യാനൊന്നുമില്ല. ഇവിടെ സെക്കൻഡിൽ എലമെന്റ് ഒന്നും ഇല്ല. ഏതെങ്കിലും ഒരെണ്ണം നൾ സെറ്റ് ആണെങ്കിൽ പ്രോഡക്റ്റ് നൾ സെറ്റ് ആണ് നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ ഇതിന്റെ വാല്യൂ 5 കിട്ടി. അപ്പൊ ലെഫ്റ്റ് സൈഡ് നമുക്ക് 5 കിട്ടി. റൈറ്റ് സൈഡും ചെയ്യുമ്പോൾ 5 കിട്ടിയാൽ മതി. റൈറ്റ് സൈഡ് ചെയ്ത് നോക്കാം. റൈറ്റ് സൈഡ് ചെയ്യാൻ വേണ്ടി എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് ചെയ്യാം. അപ്പൊ ആദ്യം എ ക്രോസ് ബി കാണണം, അത് കഴിഞ്ഞ് എ ക്രോസ് സി കാണണം, എ ക്രോസ് ബി കാണാം. എ ക്രോസ് ബി എന്ന് പറയുന്നത് എയും ബിയും കൂടെയാണ്. എയും ബിയും വേണ്ടവർ അടുപ്പിച്ച് എഴുതിക്കോണം. ഞാൻ ഒരുമിച്ച് തന്നെ എഴുതണം. എയും ബിയും, എയിലെ 1 2ഉം ഇതിലെ 1 2 3 4. അപ്പൊ 1 വെച്ച് ഇതിനെ ഓരോന്നിനെ മാപ്പ് ചെയ്യാം. 1 വെച്ച് 1 1 1 2 1 3 1 4. 1 വെച്ച് 1 1 1 2 1 3 1 4.
1 എടുത്തിട്ട് 1 തീർന്നു. ഇനി അടുത്ത എയിലെ 2 എടുക്കുക. 2 എടുത്തുകൊണ്ട് ബി ഫുൾ എടുക്കുക. 2 1 2 2 2 3 2 4. അപ്പോൾ നമുക്ക് ഇത്ര കിട്ടി. എ ക്രോസ് ബി കിട്ടി. ഇനി വേണ്ടത് എ ക്രോസ് ബി കിട്ടി. ഇനി എ ക്രോസ് സി ആണ്. എ ക്രോസ് സി കാണുമ്പോൾ എ ക്രോസ് സി എയും സിയും കൂടെയാണ്. എയിലെ 1 2ഉം സിയിലെ 5 6ഉം. എയിലെ 1 എടുത്ത് സി വെച്ചെടുക്കുക. 1 5ഉം 1 6ഉം എ കിട്ടി. എയിലെ 1 എടുത്തു. ഇനി 2ഉം 5 6ഉം കൂടെ 2 5ഉം 2 6ഉം. നമുക്ക് എ ക്രോസ് ബിയും എ ക്രോസ് സിയും കിട്ടി. ഇനി വേണ്ടത് എ ക്രോസ് ബിയുടെ എ ക്രോസ് സിയുടെ ഇന്റർസെക്ഷനാണ്. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. ഇത് തന്നെ നോക്കാം. കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? 1 1 ഇവിടെ ഒന്നുമില്ല. അല്ലെ ചെറുത് നോക്കാം. 1 5 ഇതിനകത്ത് ഒന്നുമില്ല. 1 6 ഇതിനകത്ത് ഒന്നുമില്ല. 2 5 ഇല്ല. 2 6 ഇല്ല. കോമൺ ആയിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഇതും നൾ സെറ്റ് 5 വരും. അപ്പൊ നോക്കാം. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സിയും 5 കിട്ടി. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സിയും 5 കിട്ടി. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതിയാൽ മതി. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. നമ്മൾ സാധാരണ സെറ്റ് വെരിഫൈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഇവിടെ പെയർ ആണെന്നേ ഉള്ളൂ. ഓരോ എലമെന്റ്സും പെയർ ആയിട്ട് വന്നു എന്നേ ഉള്ളൂ. വേറെ മാറ്റമൊന്നുമില്ല. ഇനി അടുത്തത് നമുക്കുണ്ട് എ ക്രോസ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി. എ ക്രോസ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി. എ ക്രോസ് സി നമ്മളിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല. ഞാൻ ബി ക്രോസ് ഡി എഴുതുമ്പോൾ എ ക്രോസ് സി ഇവിടെ ഉണ്ട്. എ ക്രോസ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി ആണ്. എ ക്രോസ് സിയും ബി ക്രോസ് ഡിയും എഴുതും. ബി ക്രോസ് ഡിയും കൂടെ എഴുതാം. ബി ക്രോസ് ഡി എഴുതുമ്പോൾ ബിയും ഡിയും കൂടെ ഈ സെറ്റും കൂടെ അത് കുറേ എണ്ണം വരും. 4 × 4 16 എണ്ണം വരുവേ. അപ്പോൾ 1 വെച്ച് എല്ലാം എഴുതാം. 1 5 1 6 എ ബിയിലെ 1 എടുത്തു. ഡി ഫുൾ എടുക്കാം. അപ്പോൾ 1 5 1 6 1 7 1 8 1 എടുത്തു. ഇനി ബിയിലെ 2 എടുക്കുക. 2 5 2 6 എല്ലാത്തിൻ്റെ കോമ ഇട്ടണേ. 2 7 2 8. ഇനി 3 എടുക്കാം. 3ഉം 4ഉം കൂടെ എടുത്താൽ മതി. ഇനി 3 5 3 6 3 7 3 8. ഇനി 4 4 5 4 6 4 7 4 8. എ ക്രോസ് സി ബി ക്രോസ് ഡിയുടെ സബ്സെറ്റ് ആണെന്ന് നോക്കിയത്. എന്ന് വെച്ചാൽ എ ക്രോസ് സിയിലെ ഓരോ എലമെന്റ് ഇതിൻ്റെ അകത്ത് വന്നാൽ മതി. എ ക്രോസ് സിയിലെ 1 5 നോക്കുക. ഇവിടെ ഉണ്ട്. 1 6 ഉണ്ട്. 2 5 ഇവിടെ ഉണ്ട്. 2 6 ഉണ്ട്. എ ക്രോസ് സിയിലെ എല്ലാ എലമെന്റും ബി ക്രോസ് ഡിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാം എ ക്രോസ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി. അല്ലെ സബ്സെറ്റ് വേർഡ്സിൽ എഴുതിയാലും മതി. എ ക്രോസ് സി എല്ലാം ബി ക്രോസ് ഡിയിൽ ഫുള്ളായിട്ട് വരുന്നുണ്ട്. എ ക്രോസ് സി ഫുള്ളായിട്ട് ബി ക്രോസ് ഡിയിൽ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് വരുന്നുണ്ട് സബ്സെറ്റാണ്. അതുകൊണ്ട് നമുക്ക് പറയാം എ ക്രോസ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി ഏതെന്നിട്ട് എ ക്രോസ് വന്നിട്ട് എ ഈക്വൽ ടു സെറ്റ് -1 1. ഫൈൻഡ് എ ക്രോസ് എ. ഇത് ഓർത്തിരുന്നാണ്. ഇത് ചോദിക്കുന്ന എല്ലാ വർഷവും തന്നെ ചോദിക്കാറുണ്ട്. എ ക്രോസ് രണ്ട് എലമെന്റ് ഉള്ള ഒരു സെറ്റ് എ തരും. എന്നിട്ട് എ ക്രോസ് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. 2 സ്റ്റെപ്പ് ആയിട്ട് ആദ്യം എ ക്രോസ് കാണാം. എ ക്രോസ് എ. അപ്പൊ എ 2 പ്രാവശ്യം ഇടാം. -1 1 ക്രോസ് -1 1 ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം. അപ്പൊ നമുക്ക് -1 അപ്പോൾ -1 വെച്ച് ഇതിനെ 2നെ എടുക്കുക. അടുത്ത 1 വെച്ച് ഇതിനെ 2നെ എടുക്കുക. അപ്പൊ ആദ്യം -1 വെച്ച് ഇതിനെ 2നെ -1 വരും. -1 1 വരും. -1 വെച്ച് -1 എടുത്തു 1 എടുത്തു. രണ്ടെണ്ണം എഴുതി. -1 തീർന്നു. ഇനി അടുത്ത 1 എടുത്തതുപോലെ തന്നെ ചെയ്യാം. 1 എടുക്കുമ്പോൾ -1 വരും. 1ന്റെ കൂടെ 1 വരും. 4 വരും. ആദ്യത്തെ ഇവിടെ 2 2 അല്ലേ. 2 × 2 4 വരും. ഇനി നമ്മൾ അടുത്ത ക്രോസ് പ്രോഡക്റ്റ് എ ക്രോസ് എ കാണാം. എ ക്രോസ് എ. ഇതുപോലെ നമുക്ക് ഇതൊരു സെറ്റ് ആയിട്ട് ഒരു ബ്രാക്കറ്റ് ഇടാം. അപ്പൊ ആദ്യം എ ക്രോസ് എ എഴുതുന്നു. എ ക്രോസ് എ ഫുൾ എഴുതാൻ പോവാം. -1 -1 -1 1 1 1 1. ഇത് എ ക്രോസ് എ. ആദ്യം എഴുതിയ എ ക്രോസ് എ എന്ന് പറയുമ്പോൾ -1 ഉം 1. അപ്പം എ ക്രോസ് എക്കകത്ത് നമ്മളിപ്പം കണ്ടുപിടിച്ച ഫുള്ള് വരും ക്രോസ് എ. ഇനി നമ്മൾ ഇത് ഓരോന്നായിട്ട് ഈ ഒരു പെയർ ഇതിന് അപ്പൊ നമ്മൾ അടുത്ത് എഴുതുമ്പോൾ ഇവിടെ ഓൾറെഡി 2 എണ്ണം ഉണ്ട്. അടുത്തതും കൂടെ കൂട്ടുമ്പോൾ 3 എണ്ണം വരും. ട്രിപ്ലറ്റ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എഴുതുമ്പോൾ ട്രിപ്ലറ്റ് 3 എണ്ണം വരും. ഇതിന്റെ കൂടെ ഇത്
-1 എന്ന് പറഞ്ഞ ഫസ്റ്റ് പെയറിന്റെ കൂടെ നമ്മൾ മാപ്പ് ചെയ്യാൻ പോവാം. -1 വരും, അതൊരെണ്ണം. അതിന്റെ കൂടെ തന്നെ -1 കൂടെ അടുത്ത 1 വരും. നമ്മൾ സാധാരണ എ ക്രോസ് എഴുതുന്നല്ലേ, എ ക്രോസ്. അപ്പൊ ഇതിനകത്ത് പെയർ ആണെന്നേ ഉള്ളൂ. ഈ പെയറിന്റെ കൂടെ, ഈ ഒറ്റ പെയറിന്റെ കൂടെ ആദ്യം -1 വരും, രണ്ടാമത് 1 വരും. നമ്മൾ അങ്ങനെയല്ലേ സാധാരണ ഈ -1 കൂടെ -1 എടുത്തു, 1 എടുത്തു. അടുത്ത വരുമ്പോൾ ഇവിടെ ഓൾറെഡി ഒരു പെയറാണ്. അതിന്റെ കൂടെ -1 ആദ്യം വരും, രണ്ടാമത് 1 വരും. അപ്പൊ അതുകൊണ്ട് ഇത് തീർന്നു, ഈ ഒരെണ്ണം തീർന്നു. പിന്നെ അടുത്ത പെയർ എടുക്കാൻ പോവാം. അടുത്ത പെയർ -1 1 -1 1 കൂടെ ഇതുപോലെ -1 വരും, -1 കൂടെ 1 വരും. ഇതും തീർന്നു. ഇനി അടുത്ത 1 -1 എടുക്കാം. 1 -1 കൂടെ -1 വരും, 1 -1 കൂടെ 1 വരും. അത് തീർന്നു. ഇനി അടുത്ത ലാസ്റ്റ് 1 1 കൂടെ -1 വരും, 1 1 കൂടെ 1 വരും. കണ്ടു, 8 വരും. ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അല്ലാതെ ചുമ്മാ എഴുതാൻ പാടാണ്. ഇത് എഴുതി തന്നെ ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾ ഇതൊരു സിംഗിൾ എലമെന്റ് ആണെന്ന് വിചാരിച്ച് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ കൂടെ ലാസ്റ്റത്തേതും കൂടെ വരുന്നേ ഉള്ളൂ. അപ്പൊ എത്ര വരെ ഇത് പഠിക്കണം. -1 സെൻസ് ചിലപ്പോൾ AB എന്നൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ 1 2 എന്നായിരിക്കാം. എങ്ങനെ വന്നാലും ആ എലമെന്റ് മാറി മാറി എഴുതിയാൽ മതി. അപ്പൊ അത് ശ്രദ്ധിക്കുക, ഇത് പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ. A and B രണ്ട് സെറ്റ്. A and B are two sets such that n of A equal to 3, n of B equal to 2. A യിലെ എലമെന്റ്സിന്റെ എണ്ണവും B യിലെ എലമെന്റ്സിന്റെ എണ്ണവും തന്നിട്ടുണ്ട്. n of A 3, n of B 2. ഇത് രണ്ടും തന്നിട്ടുണ്ട്. A and B are two sets such that n of A equal to 3 and n of B is equal to 2. പിന്നെ A cross B യിലെ കുറച്ച് എലമെന്റ്, അതായത് ഫുള്ള് തന്നിട്ടില്ല, കുറച്ച് എലമെന്റ് തന്നിട്ടുണ്ട്. അതായത് x1 y2 x1 y2 and z1 are in A cross B. ഇത് 3 A cross B ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് A യിൽ 3 എലമെന്റ്സും B യിൽ 2 എലമെന്റ്സും ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. കൂടാതെ ഈ 3 എലമെന്റ്സ് x1 y2 z1 are in A cross B. എന്നിട്ട് എയും ബിയും കണ്ടുപിടിക്കാനാണ്. എയും ബിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എയും ബി എന്ന് പറയുമ്പോൾ A എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ വരുന്ന എലമെന്റ്സ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ A cross B യിലെ 3 എലമെന്റ്സേ തന്നിട്ടുള്ളൂ. നമുക്ക് നോക്കാം. എയിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കമ്പോണൻസ്. ഈ 3 എണ്ണത്തിന്റെ ഫസ്റ്റ് കമ്പോണൻസ് ഇവിടെ x ഉണ്ട്, ഇവിടെ y ഉണ്ട്, ഇവിടെ z ഉണ്ട്. മുഴുവനായോ നമുക്കറിയാം. മുഴുവനായോ എന്നറിയാൻ ഒരു മാർഗം കൂടി ഉണ്ട്. n of A 3 തന്നിട്ടുണ്ട്. എയ്ക്കകത്ത് 3 എണ്ണം വന്നില്ലേ? അപ്പൊ അത്രയേ ഉള്ളൂ. ഇനി വേറെ എലമെന്റ്സ് ഇല്ല. ഫസ്റ്റ് കമ്പോണൻസ് അവൈലബിൾ ആയിട്ടുള്ളത് മുഴുവൻ എഴുതുക. 3 എണ്ണം വന്നു. 3 എണ്ണേ ഉള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുമുണ്ട്. അപ്പൊ ഏന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, കംപ്ലീറ്റ് ആയി. ഇനി ഇതുപോലെ തന്നെ ബി എഴുതുക. ബി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കമ്പോണൻസ്. സെക്കൻഡ് കമ്പോണൻസിൻ്റെ അകത്ത് ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, അടുത്തത് 1 ആണ്. 1 2 കിട്ടിയിട്ടുള്ളൂ. ഇനി ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. 2 എന്നല്ലേ തന്നെ, 2 എണ്ണം വന്നല്ലോ. അപ്പം ബിയും കിട്ടി. ഇങ്ങനെ എഴുതിയാൽ മതി. ഫസ്റ്റ് കമ്പോണൻസ് എ ആയിട്ടും സെക്കൻഡ് കമ്പോണൻസ് ബി ആയിട്ടും എഴുതുക. അപ്പോൾ ഫുൾ A cross B തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉള്ളതിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം എണ്ണം കറക്റ്റ് ആയാൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതാണ് എയും ബിയും. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. എയും ബിയും സിയും 3 സെറ്റ്. A 1 2 3, B 4 5, C 5 6. റിസൾട്ട് വെരിഫൈ ആണ്. വെരിഫൈ ദാറ്റ് A cross B union C. A cross B യൂണിയൻ A cross C. യൂണിയനോ ഇന്റർസെക്ഷനോ ഒക്കെ ആയിട്ട് ചോദിക്കാം. കാരണം ചിലപ്പോൾ യൂണിയൻ ആയിരിക്കാം, ചിലപ്പോൾ ഇന്റർസെക്ഷൻ ആയിരിക്കാം. അതിപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് വെരിഫൈ ചെയ്യും. നമ്മൾ മുമ്പ് ചെയ്തപോലെ തന്നെ ലെഫ്റ്റ് സൈഡും കാണുന്നു, റൈറ്റ് സൈഡും കാണുന്നു. ആദ്യം B യൂണിയൻ C ഇടാം. ലെഫ്റ്റ് സൈഡ് കാണുമെങ്കിൽ A cross B യൂണിയൻ C ആണെങ്കിൽ ആദ്യം B യൂണിയൻ C വേണം. B യൂണിയൻ C യൂണിയൻ ആണ്. യൂണിയൻ മീൻസ് ഫുള്ള്. ബിയും ഫുൾ എഴുതണം, സിയും ഫുൾ എഴുതണം. ആദ്യം ബി ഫുൾ എഴുതാം. ബി ഫുൾ എഴുതണം 4ഉം 5ഉം. ഇനി സിയും ഫുൾ എഴുതാം. സിയും 5ഉം 6ഉം. 5 ഓൾറെഡി എഴുതി, 6. ഇതാണ് ബി യൂണിയൻ സി. ഈ A cross B യൂണിയൻ സി ഇടാം. A cross B യൂണിയൻ സി വേണമെങ്കിൽ എയും ബി യൂണിയൻ സി ഒന്ന് എഴുതിക്കോ. എ എന്ന് പറഞ്ഞാൽ 1 2 3 ക്രോസ് ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ 4 5 6. ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വെച്ച് ഓരോന്നും എടുക്കാം. 1 4 1 5 1 6. ഇനി 2 വെച്ച് 2 4
2 5 2 6. ഇനി 3 വെച്ചിട്ട് 9 എണ്ണം വരും. 3 4 3 5 3 6. ഇതാണ് എ ക്രോസ് ബി യൂണിയൻ സി. ഇനി റൈറ്റ് സൈഡിൽ എ ക്രോസ് ബിയും എ ക്രോസ് സിയും എഴുതാം. എ ക്രോസ് ബി ആദ്യം എഴുതുക. എ ക്രോസ് ബി ഞാൻ വേണമെങ്കിൽ എയും ബിയും നിങ്ങൾ ഇതുപോലെ അടുത്ത് എഴുതിക്കണം. എ ക്രോസ് ബി അങ്ങ് എഴുതുക. ഞാനിപ്പോൾ എ ക്രോസ് ബി 1 വെച്ച് 4 5 എടുക്കാം. 1 4 1 5. ഇനി 2 വെച്ച് അല്ലേ? 2 വെച്ച് 2 4 2 5. ഇനി 3 വെച്ച് 3 4 3 5. തീർന്നു എ ക്രോസ് ബി കിട്ടി. ഇനി അടുത്തത് എ ക്രോസ് ബി കിട്ടി. എ ക്രോസ് സി വേണം. എ ക്രോസ് സി വേണം. നമുക്ക് നോക്കാം. എ ക്രോസ് സി ഈക്വൽ ടു എയും സിയും കൂടെ ഈ സെറ്റും സി 5 6. അപ്പോൾ 1 വെച്ച് 5 6 എടുക്കുക. 1 5 1 6. 2 വെച്ച് 2 5 2 6. 3 വെച്ച് 3 5 3 6. എല്ലാം കിട്ടി. ഇനി ഇതിന്റെ യൂണിയനാണ്. എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി ആണ്. എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി നമുക്ക് നോക്കാം. ആദ്യം എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി എന്ന് വെച്ചാൽ എ ക്രോസ് ബിയും ഫുൾ എഴുതണം, എ ക്രോസ് സിയും ഫുൾ എഴുതണം. എ ക്രോസ് ബി ഫുൾ എഴുതാം. എ ക്രോസ് ബി ഇത് ഫുൾ എഴുതുന്നു. 1 4 1 5 2 4 2 5 3 4 3 5. എ ക്രോസ് ബി ഫുൾ എഴുതി. ഇനി എ ക്രോസ് സിയും കൂടെ. എ ക്രോസ് സി 1 5 1 6. 1 5 ഇവിടെ ഓൾറെഡി ഉണ്ട്. 1 6 ഇല്ല, അത് എഴുതി ചേർത്തു. ഇല്ലാത്തത് എഴുതി ചേർത്താൽ മതി. 1 5 ഓൾറെഡി ഉണ്ട്, എഴുതണം. 1 6 ഇല്ല, അത് എഴുതി. 2 5 ഇവിടെ എഴുതിയിട്ടുണ്ട്. 2 6 എഴുതിയിട്ടില്ല, 2 6 എഴുതി. ഇനി 3 5 ഇവിടെ ഉണ്ട്, 3 6 എഴുതണം. രണ്ട് സെറ്റും സെയിം ആണോ നോക്കാം. ഇതും സെയിം ആണോ നോക്കാം. 1 4 1 5 1 6. 1 4 1 5 1 6 ഉണ്ട്. അടുത്ത 2 4 2 5 2 6. 2 4 2 5 2 6 ഉണ്ട്. 3 4 3 5 3 6. അത് രണ്ടും സെയിം ആണ്. അപ്പൊ നമുക്ക് എഴുതാം. എ ക്രോസ് ബി യൂണിയൻ സി ഈക്വൽ ടു എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. നമ്മൾ ലെഫ്റ്റ് സൈഡ് ഈ രണ്ടും എ ക്രോസ് ബി യൂണിയൻ സിയുടെ ആൻസറും എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സിയുടെ ആൻസറും സെയിം ആണെന്ന് കിട്ടി. അതുകൊണ്ടത് നമ്മൾ വെരിഫൈ ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അത് ശരിക്കും പഠിക്കുക, എളുപ്പമാണ്, ഇമ്പോർട്ടൻറ്റുമാണ്. നിങ്ങളത് നന്നായിട്ട് പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. എല്ലാവർക്കും താങ്ക് യു.